എല്ലാവരും ഇവിടെ സാറിനോട് ഇത് ചോദിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവര് ചോദിക്കണേന്ന് തന്നെ എൻ്റെ ഡൗട്ട്സിനൊക്കെ ആൻസർ കിട്ടും. പക്ഷെ എനിക്ക് ഈ മൈൽസിനെ കുറിച്ച് സാറോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്ന് ഞാൻ ഈ മൈൽസിൽ പങ്കാളിനുള്ളതിൽ ഞാൻ വളരെ അഭിമാനമാണ്. കാരണം വളരെയേറെ സ്കൂളിൽ നിന്ന് ലഭിക്കാത്ത പല കാര്യങ്ങളും ഇവിടുന്ന് ലഭിച്ചു കഴിഞ്ഞാൽ ഇത് മൈൽസ് വളരെ ഒരു സാക്ഷ്യം വഹിക്കുന്നുണ്ട്. കൂടാതെ ഇവിടുന്ന് ലഭിക്കുന്ന ക്യാമ്പുകൾ, അതിനെ കുറിച്ച് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. ആ ക്യാമ്പിലെ മോട്ടിവേഷൻ കാരണമാണ് എനിക്കിന്ന് ഫസ്റ്റ് ഇവിടെ നിൽക്കാൻ പറ്റിയതെന്നുള്ളതിന് മൈൽസിന്റെ ഏറ്റവും വലിയൊരു ഇതാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിന് തുടക്കം കുറിച്ച സാറിനോട് വളരെ നന്ദിയുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ ഈ ബാച്ചിൻ്റെയും ഞങ്ങളുടെ ഇവിടെ ഇല്ലാത്ത ബാച്ചിൻ്റെ ഒക്കെ പ്രാർത്ഥനയും കടപ്പാടും സാറോടെ എന്നും ഉണ്ടാവും. ഈ കൽപ്പഞ്ചേരിയെ പഞ്ചായത്തിനെ വളരെ ഉന്നതിയിലെത്താൻ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രയത്നിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ ദി ഗുഡ് വേർഡ്സ്. എനിക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട്. അതോടുകൂടി ഒരു അക്കംപ്ലിഷ്ഡ് ഫീലിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് നിർബന്ധമില്ലാതെ, മറ്റുള്ളവരുടെ നിർബന്ധമില്ലാതെ ഇത് പറയാൻ പറ്റി എന്നുള്ളത് തന്നെ വലിയൊരു വിജയമായിട്ട് ഞാൻ കാണുന്നു ഈ ഒരു പ്രോഗ്രാമിൻ്റെ. എൻ്റെ പേര് ഷെബിയ, ഞാൻ ബാച്ച് എഫിലെ സ്റ്റുഡൻ്റ് ആണ്. സാറിന് ഈ സംരംഭം തുടങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ് കിട്ടിയത്? എനിക്കിതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് സത്യം പറഞ്ഞാൽ ഒന്നൊരു സാഹചര്യമായിരുന്നു. എനിക്ക് 2012 പത്മശ്രീ കിട്ടിയത്. പത്മശ്രീ കിട്ടിയ സമയത്ത് പല കാര്യങ്ങളും ചെയ്ത കൂട്ടത്തിൽ ഞാൻ പഠിച്ചു വളർന്ന എന്നെ ഞാനാക്കിയ കൽപ്പഞ്ചേരിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ പലരും ഇവിടെ പലതും ചെയ്യുക, ഇവിടെ അത് ബിൽഡിംഗ് ഉണ്ടാക്കാം, മറ്റേതുണ്ടാക്കാം, പലതുമൊക്കെ പറഞ്ഞെങ്കിലും ശാശ്വതമായിട്ട് കൽപ്പഞ്ചേരിക്ക് വേണ്ടി ഗുണം ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാൻ എന്താ പറ്റുക കുറേ അധികം പലരുമായിട്ട് ആലോചിച്ചതിന് ശേഷമാണ് ഈ പ്രൊജക്റ്റ് തുടങ്ങിയത്. അപ്പോൾ എന്നെപ്പോലെയൊക്കെ തന്നെ കൽപ്പഞ്ചേരിയിൽ നിന്ന് പഠിച്ചു വളർന്ന് പുറത്തുപോയ ആൾക്കാർക്ക് കൽപ്പകഞ്ചേരിക്ക് വേണ്ടി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതായിരിക്കും കൽപ്പഞ്ചേരിക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി എന്തെങ്കിലും നമ്മളിപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം കൊണ്ട് വല്ല പ്രൊജക്റ്റൊക്കെ തുടങ്ങുന്നതിൽ നല്ലത് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി കൊണ്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ഒരു ഹെൽപ്പ് കിട്ടുന്നുള്ള നിലയിലാണ് ആ സമയത്ത് ഇത് തുടങ്ങാനുള്ള കാരണം. ആ ഒരു സ്പെസിഫിക് ടൈമിലായിരുന്നു ഇത് തുടങ്ങിയത്. ഈ ഒരു പത്മശ്രീ കിട്ടിയ ആ ഒരു സമയത്തായിരുന്നു കിട്ടിയത്. അപ്പോൾ അതിനൊരു പ്രധാനമായിട്ടുള്ളൊരു കാരണമുണ്ട്. ഞാൻ പത്മശ്രീ കിട്ടിയതിന് ശേഷം ഒരുപാട് പേര് വിളിച്ച് വലിയ ഒരു അഭിനന്ദനവും അതേപോലെ തന്നെ ആശീർവാദവും സന്തോഷമൊക്കെ അറിയിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൽ കൊണ്ട് നടന്ന എനിക്ക് കിട്ടിയ ഒരു അഭിനന്ദനം, കൽപ്പകഞ്ചേരി സ്കൂളിൽ എന്നെ 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ, കുറുപ്പ് മാസ്റ്റർ, അതേ ഇപ്പോഴില്ല, മരിച്ചുപോയി. അദ്ദേഹം ഞാൻ ദുബായിൽ തിരിച്ചെത്തിയതിന് ശേഷം എന്നെ വിളിച്ചു. എന്നോട് അപ്പോൾ എനിക്ക് ആദ്യം ആരാണ് വിളിക്കണമെന്ന് മനസ്സിലായില്ല. അദ്ദേഹത്തിന് സുഖം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ കൂടെ വന്നിട്ടാണ് വിളിച്ചത്. അപ്പോൾ ആ ഒരു സന്തോഷം, കൽപ്പകഞ്ചേരി എന്നുള്ളൊരു വ്യക്തിക്ക് ഇത് കിട്ടുന്നു, എൻ്റെ ഒരു വിദ്യാർത്ഥിക്ക് ഇത് കിട്ടുന്നു എന്നുള്ള ആ ഒരു സന്തോഷം, അതിൽ അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരയുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് സ്വന്തം നാട്ടിൽ, സ്വന്തം മണ്ണിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അവിടുന്ന് ഒരു വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഈ 500 പേരോ 50 പേരോ ഓരോ വർഷവും വരുന്നതിൽ 5, 10, 25 വർഷം കഴിഞ്ഞിട്ട് ഇതിലും എത്രയോ വലിയ കാര്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ എനിക്ക് തരാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനമായിരിക്കും അത്. എനിക്കുണ്ടായ ഒരു ഇൻസ്പിറേഷനും അതാണ് ശരിക്കും. ഗുഡ് ഈവനിങ് സാർ. സാർ ഇപ്പോൾ പറഞ്ഞ കുറുപ്പ് മാഷ്ട മകളാണ് ഞാൻ. ഓ, മാഷ്ട മകളാണ്. അച്ഛൻ മരിച്ചിട്ട് 3 വർഷമായി. അതെ 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 അതെ. അച്ഛൻ എപ്പോഴും അഭിമാനത്തോടെ മാത്രമേ സാറിന്റെ പേര് പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ മോൾ ഇവിടെ ഉണ്ട്, ആര്യ. വലിയ സന്തോഷമുണ്ട്. സച്ച് എ ഗ്രേറ്റ്. ഐ ഫീൽ സോ ഹാപ്പി ദാറ്റ് യു ഐഡന്റിഫൈഡ് യുവർ സെൽഫ്. ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ടീച്ചറാണ്. വലിയ സന്തോഷമായി കണ്ടത്. മോളെയും കണ്ടത് വലിയ സന്തോഷമായി. അപ്പോൾ ഈ മോളൊക്കെ തന്നെ
ഇതേപോലെ ഒരു കാലത്ത് എനിക്ക് ഉറപ്പുണ്ട് ഏറ്റവും വലിയ സ്ഥാനത്തെത്തിയിട്ട് കൽപ്പഞ്ചേരിക്ക് ഒരു അഭിമാനമാവും എന്നുള്ളത്. സാർ ഇരുന്ന ബെഞ്ചിന്റെ കാര്യം ഒരു അച്ഛൻ പറയാറുണ്ട്. അതെ അതെ അതെ, അതുപോലെ അച്ഛന് ഓർമ്മയാണ്. അത്രയും ബ്രില്യൻ്റ് ആണ്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റുഡൻ്റ് ആണെന്ന് എപ്പോഴും അഭിമാനത്തോടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. താങ്ക് യു താങ്ക് യു. സർ, എൻ്റെ പേര് ഷംലിക്ക മറിയം. ഞാൻ ബാച്ച് ഇയിലെ സ്റ്റുഡൻ്റ് ആണ്. സത്യമായിട്ടും എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ എൻ്റെ ഫാദറിൻ്റെ ഒരു സ്ഥാനം തരുന്ന ഒരു മഹത് വ്യക്തിയാണ് താങ്കൾ. ഞാൻ അവിടെ ചോദിക്കാൻ നമ്മൾ ഇത്രയും ഒരു വലിയൊരു സ്റ്റേജിൽ എത്തുമ്പോൾ തീർച്ചയായും അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് തരണം ചെയ്തതായിട്ട് വരും. സാറിൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള ഒരു പ്രതിസന്ധിയെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ജീവിതത്തിൽ നമ്മൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാകുക പ്രതിസന്ധിയിൽ കൂടിയാണ്. വിജയത്തിലും കൂടുതൽ നമ്മൾ പലപ്പോഴും കൂടുതൽ പഠിക്കുന്നത് പ്രതിസന്ധിയിലൂടെ ആയിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഞാനിവിടുന്ന് ഇവിടുത്തെ ടീച്ചർ പറഞ്ഞ പോലെ ഞാൻ ഇവിടുത്തെ ഏറ്റവും നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫറൂഖ് കോളേജിൽ ആണ് ഞാൻ, ഇത് കഴിഞ്ഞ് സെൻറ്റ് ജോസഫ്സ് ബോയ്സ് ഹൈസ്കൂളിൽ ആണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ ഒരു കഥ പറയാം. ആ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇവിടുന്ന് എങ്ങനെ പോയി എന്നുള്ളതിനെ പറ്റി അറിയും. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടെ ഒരു സമരം നടന്നു. കൽപ്പകഞ്ചേരി സ്കൂളിലെ വിദ്യാർത്ഥികളെല്ലാവരും കൂടി ആ സമയത്ത് ഒരു സമരത്തിന് പുറത്തിറങ്ങിക്കൊണ്ട് തിരൂർ തഹസിൽദാറുടെ അടുത്ത് ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി പോയി. അന്ന് ആ പോയ കൂട്ടത്തിൽ ഒരു മൂച്ചിൽ, ഞാൻ 7ാം ക്ലാസ്സിലാണെന്ന്, ഞാനും പോയി കൂടെ. ഞാൻ പോയി തിരിച്ചു വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. അന്ന് എൻ്റെ ഉപ്പ, അന്ന് ഇവിടെ സ്കൂളിൻ്റെ തൊട്ടടുത്താണത്, അപ്പോൾ എല്ലാവർക്കും അന്ന് സ്കൂളിൽ ഉടനെ തന്നെ വന്ന് പറഞ്ഞ് ഞാൻ പോയിരിക്കുക എന്നൊക്കെ പറഞ്ഞു. ഇവിടുന്ന് ആരൊക്കെ എന്നെ പിടിക്കാൻ വേണ്ടിയൊക്കെ വിട്ടു, അവരൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് ഞാൻ തിരൂർ വരെ പോയി, സുഹൃത്തുക്കളുടെ ഒരു സപ്പോർട്ടിലൊക്കെ പോയി തിരിച്ചു വന്ന് പിന്നീട് എന്നെ ഈ സ്കൂളിലോട്ട് അയച്ചിട്ടില്ല എൻ്റെ ഫാദർ. അന്ന് നിർത്തിയാണ് പഠിപ്പ്. അവർ ഡിസംബർ മാസമായിരുന്നു. ജനുവരി ഫെബ്രുവരി മാർച്ച് 3 മാസം ഇനി സ്കൂൾ പഠനം ഇവന് വേണ്ട. ഇത് തീരെ ഒരു അച്ചടക്കമില്ലാതെ എല്ലാവരെയും തൃണവൽക്കരിച്ചുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് ചാടി സമരത്തിന് പോയതുകൊണ്ട് പഠിപ്പ് നിർത്തുക എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നു അദ്ദേഹം. അത്രയും ശക്തമായ രീതിയിൽ നിന്ന് 3 മാസം കഴിഞ്ഞ് എൻ്റെ അളിയനൊക്കെ വന്ന് വളരെ താണുകയെന്ന് പറഞ്ഞതിന് ശേഷം എന്നെ പരീക്ഷ എഴുതാൻ വേണ്ടി സംഭവിച്ചു 7ാം ക്ലാസ്സിൽ. അങ്ങനെ 7ാം ക്ലാസ് പരീക്ഷ ഞാൻ എഴുതിയിട്ട് പാസ്സായി കഴിഞ്ഞിട്ട് ഇനി ഈ സ്കൂളിൽ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നെ ഇവിടുന്ന് നാട് കടത്തിയതായിരുന്നു. കോഴിക്കോട്ടേക്കാണ് നാട് കടത്തിയത്. കോഴിക്കോട് സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിലാണ് ഞാൻ പിന്നെ 8, 9, 10 ക്ലാസ്സുകൾ പഠിച്ചത്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരുന്നു അത്. പ്രതിസന്ധി ഒന്ന്, ഈ പറഞ്ഞ 3 മാസം പഠിക്കാതെ ഇരുന്നു എന്നുള്ളത്. ജീവിതം തന്നെ എന്താവുമെന്ന് അറിയില്ല, ചെറിയ കുട്ടിയാണ്, അത്ര മനസ്സിലായിട്ടുണ്ടാവില്ല. അതിലും വലിയ പ്രതിസന്ധി ഇവിടുന്ന് പോയി കഴിഞ്ഞ് കോഴിക്കോട് ചെന്ന് കഴിഞ്ഞപ്പോൾ കോഴിക്കോട് സെൻറ്റ് ജോസഫ്സ് ബോയ്സ് ഹൈസ്കൂളിലെ ഒരു പണിഷ്മെൻറ്റ് കുറച്ചും കൂടി ശക്തമാകാൻ വേണ്ടിയായിരിക്കാം ഉപ്പ അന്ന് മലയാളം മീഡിയത്തിൽ പഠിച്ച എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് അവിടെ കൊണ്ട് ചേർത്തത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സാധാരണ നിലയിലൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു സംഗതിയാണ്. പക്ഷേ അവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം കുറച്ച് കടുപ്പാണ്. കാരണം അവിടെയുള്ള കുട്ടികളൊക്കെ ഗുജറാത്തി കുട്ടികളാണ്. കോഴിക്കോട്ട് ഒരുപാട് ഗുജറാത്തികൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറവാണ്. പണ്ട് ഒരുപാട് ഗുജറാത്തികൾ ഉണ്ടായിരുന്നു. അവർ പഠിക്കുന്ന ഒരു ഡിവിഷനാണ് സെൻറ്റ് ജോസഫ്സ് ബോയ്സ് ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് ഡിവിഷൻ. അതിലാണ് എന്നെ ചേർത്തത്. ഒരു 3 മാസം പറയുന്നതൊന്നും മനസ്സിലാകാതെ, ഇപ്പോൾ ഇവിടെ ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ മലയാളമായിരിക്കും നല്ലതെന്ന്, ഒരു വാക്ക് മനസ്സിലാകാതെ കിടന്ന് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ബുദ്ധിമുട്ടിയ ഒരു സന്ദർഭമായിരുന്നു അത് കഴിഞ്ഞു. കാരണം നമ്മൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നീന്തൽ പഠിക്കാനല്ലേ പറ്റുള്ളൂ. നീന്തൽ പഠിച്ചു, ഇംഗ്ലീഷൊക്കെ ഒരു വിധമൊക്കെ പറയാനൊക്കെ പഠിച്ചു. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു അത്. ഒന്ന്, ഇംഗ്ലീഷ് പഠിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. രണ്ടാമത്തത്, ഞാൻ 8ാം ക്ലാസ് മുതൽ തന്നെ ഞാൻ കുറേ ഇൻഡിപെൻഡൻ്റായി. ഒരു പക്ഷേ കൽപ്പഞ്ചേരിയിൽ ഞാനൊന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള പല സൗകര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ വേറൊരു നിലയിലായിരിക്കും മാറുക. പക്ഷേ ഇതേപോലെ വെള്ളത്തിലെടുത്തിട്ടു എന്നെ അവിടെ കൊണ്ടേ ആക്കിയത് കൊണ്ട് സ്വയം പിടിച്ചു നിൽക്കാനും, ഇഫ് യു ആക്ച്വലി ഹാവ് ടു ഫൈൻഡ് ന്യൂ ഹൊറൈസൺസ്, യു ഹാവ് ടു ജമ്പ് ഇൻ ടു ദ സീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കരയുടെ ആ ഒരു ഉറപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വൻകരകൾ കണ്ടുപിടിക്കാൻ സാധിക്കില്ല.
കടലിലേക്ക് എടുത്ത് ചാടാനുള്ള ധൈര്യം വേണം. ഇത് ഞാൻ ചാടിയതല്ല, എന്നെ ഉന്തിയതായിരുന്നു, അത് വേറെ കാര്യം. എന്തായാലും ഈ വെള്ളത്തിലോട്ട് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീന്തൽ പഠിക്കുക എന്നുള്ള ഒരു നിർബന്ധമായതുകൊണ്ട് ഞാനന്ന് പഠിച്ചു. എനിക്ക് ഒരുപാട് ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടി. ഈ കുട്ടികളുടെ ഇടയും കോഴിക്കോട്, പിന്നെ ഇതിലും വലിയൊരു സ്ഥലമാണല്ലോ. അങ്ങനെയാണ് എനിക്ക് ആ ഒരു 3 വർഷം കൊണ്ട് എനിക്ക് വലിയൊരു കോൺഫിഡൻസ് കിട്ടി, വിച്ച് ഹെൽപ്പ് മീ ത്രൂ ഔട്ട് ഇൻ മൈ എഡ്യൂക്കേഷൻ ആസ് വെൽ ആസ് ജീവിതത്തിൽ എന്ത് വന്നാലും എനിക്ക് താങ്ങാൻ പറ്റും, ഇല്ലെങ്കിൽ അത് നേരിടാൻ പറ്റും എന്നുള്ളൊരു ശക്തി കിട്ടിയത് 8ാം ക്ലാസ്സിലുള്ള ആ ഒരു മാറ്റം കൊണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോരോ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധികളിൽ ഒന്നായിരുന്നു ശരിക്കും അത്. ഞാൻ ബാച്ച് എഫിലെ സ്റ്റുഡൻ്റ് ആണ്. സാറ് പറഞ്ഞു, അല്ല, എനിക്ക് ചെറുപ്പം മുതലേ എനിക്കൊരു വ്യക്തമായൊരു ലക്ഷ്യമില്ലായിരുന്നു. ആര് ചോദിച്ചാലും ഒരാളോട് പൈലറ്റ് ആവണം, ഒരാളോട് ട്രെയിൻ ഓടിക്കാനാവണം, അങ്ങനെ വ്യത്യസ്ത ലക്ഷ്യങ്ങളായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് വ്യക്തമായൊരു ലക്ഷ്യം കണ്ടെത്താനും അതിലേക്ക് എത്താനുള്ള പരിശ്രമങ്ങൾ ഇപ്പൊ തന്നെ തുടങ്ങാനും എനിക്ക് സാധിച്ചത്. അപ്പോൾ സാറിനും ചെറുപ്പത്തിലൊരു ലക്ഷ്യമുണ്ടായിരിക്കും. സാറിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അതിലേക്ക് തന്നെ സാറിന് എത്താൻ സാധിച്ചു. വാട്ട് ഈസ് യുവർ എയിം നൗ? വാട്ട് ഈസ് യുവർ, എന്താണ് ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം ജീവിതത്തിൽ? ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, ദാറ്റ്സ് റിയലി ഫാന്റാസ്റ്റിക്, വെരി ഗുഡ്. അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ വളരെ പ്രാധാന്യമുള്ളതാണ് ലക്ഷ്യങ്ങൾ എന്നുള്ളത്. പക്ഷേ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഏജിലൊക്കെ, നമ്മളുടെ ലക്ഷ്യങ്ങൾ പലപ്പോഴും മാറിയെന്ന് വരാം. നമ്മളൊരു തീർച്ചയായിട്ടുള്ള നമ്മളുടെ ഒരു ഉറപ്പിച്ചുകൊണ്ട് ഈ ഏജിലൊന്നും ചിലപ്പോൾ ലക്ഷ്യം വെച്ചാൽ ചിലപ്പോൾ എത്താൻ പറ്റിയെന്നോ, അല്ലെങ്കിൽ നമ്മൾ അതിലും നല്ല ലക്ഷ്യങ്ങൾ കണ്ടെന്ന് വരും. ഇതിപ്പോൾ ഏറ്റവും നല്ലൊരു ലക്ഷ്യമാണ്. അതേപോലെ പലരും പല സന്ദർഭത്തിലും ആദ്യം പറഞ്ഞതിൽ തന്നെ നിൽക്കുക, പക്ഷേ ഇടയ്ക്ക് മാറേണ്ടി വരും. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ലക്ഷ്യം ഒരു കോളേജ് അധ്യാപകനാകുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ ആ ലക്ഷ്യം മാറ്റാനുള്ളൊരു കാരണം, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പിതാവ് മരിച്ചു. ഞാനന്ന് സെൻറ്റ് ജോസഫിൽ പഠിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആഗ്രഹം ആരെങ്കിലും ഒരാളൊരു ഡോക്ടറാകുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു ഇങ്ങനെ. അപ്പോൾ ഈവൻ ദോ ഐ ലൈക്ക് ടീച്ചിങ് മച്ച് മോർ ദാൻ മെഡിക്കൽ പ്രൊഫഷൻ അറ്റ് ദാറ്റ് പോയിൻ്റ് ഓഫ് ടൈം, ഐ തോട്ട് ദാറ്റ് ഐ ഷുഡ് ചേഞ്ച്. അപ്പോൾ 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാനത് ചേഞ്ച് ചെയ്തു. ഞാൻ ടീച്ചറാകാം എന്നുള്ളത് മാറ്റിയിട്ട് ഒരു മെഡിക്കൽ കോളേജിൽ പോകാം, ഒരു ഡോക്ടറാണെന്നുള്ളത് തീരുമാനിച്ചു. പക്ഷെ ലക്കിലി ഐ കുഡ് കമ്പൈൻ ബോത്ത്. ഞാനിത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ അധ്യാപകനായിട്ട് 5 വർഷം ജോലി ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലെക്ചറായിട്ട് ഞാൻ ഡോക്ടറായതിനു ശേഷം MD ഒക്കെ കഴിഞ്ഞതിന് ശേഷം 5 കൊല്ലം ജോലി ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായി. പക്ഷേ ജീവിതത്തിൽ ആരെങ്കിലും എൻ്റെ ഒരു പാഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ടീച്ചിങ് ആണ് എൻ്റെ പാഷൻ. പക്ഷെ അതിൻ്റെ കൂടെ ഡോക്ടർ എന്നുള്ള നിലയിലും കൂടി ജോലി ചെയ്യാൻ പറ്റി. പിന്നെ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യാനും പറ്റി. അപ്പോൾ ആൻസറിങ് യുവർ ക്വസ്റ്റ്യൻ, ആക്ച്വലി ഇറ്റ് വാസ് ടീച്ചിങ് ബട്ട് ചേഞ്ച് ടു ബീയിങ് എ ഡോക്ടർ. പക്ഷേ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യാൻ, അതൊക്കെയാണ് നമുക്ക് പലപ്പോഴും ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ പലതും നമ്മളുടെ ലക്ഷ്യങ്ങൾ ഇതേപോലെ തന്നെ നമുക്ക് വേറെ വല്ല സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ കമ്പൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഐ സീ എ ഗ്രേറ്റ് പ്രൊഫസർ സിറ്റിംഗ് ഹിയർ. ഓൾ ദ ബെസ്റ്റ്. എൻ്റെ പേര് മുഹമ്മദ് ഹാഷിം. ഞാൻ ബാച്ച് ഇയിലെ സ്റ്റുഡൻ്റാണ്. സാറ് നമ്മുടെ ഇന്ന് ധാരാളം ഡോക്ടേഴ്സിനെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണ ഡോക്ടർ ആവുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാറിനെ സ്വാധീനിച്ച ഘടകം എന്താണ്? നിങ്ങളിപ്പോൾ എന്നെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പോയിൻ്റ് ഓഫ് ടൈമിൽ ഞാൻ ഐ മസ്റ്റ് ബി വൺ അമംഗ് ദി മോസ്റ്റ് കണ്ടൻറ്റ് പീപ്പിൾ ഇൻ ദ വേൾഡ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സ്വയം എനിക്ക് വേണ്ടതെല്ലാം എനിക്ക് ദൈവം നൽകി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എവറിത്തിങ്. God has given me health. God has given me intelligence. God has given me education. God has given me a good family. God has given me lot of fame. God has given me lot of wealth. What else? എന്ത് ജീവിതത്തിൽ എനിക്ക് വേണമെന്ന് തോന്നിയിട്ടുള്ളതൊക്കെ അതിലും കൂടുതലായിട്ട് ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ പീപ്പിൾ ലൈക്ക് മീ, എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ ഒരു തിരിച്ചു കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള ആൾക്കാരാണ്. എന്തെങ്കിലും കിട്ടിയതിൻ്റെ ഒരു ഭാഗമെങ്കിലും തിരിച്ചു കൊടുക്കുക എന്നുള്ളത്
ഒരു നിർബന്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇസ്ലാം മതവിശ്വാസപ്രകാരം നമ്മൾ 2.5% നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത്. അതിലും കൂടുതൽ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഒരു പത്മശ്രീ കിട്ടിയ സമയത്ത് രാഷ്ട്രം ആദരിച്ചപ്പോൾ ഞാനൊരു പബ്ലിക് അനൗൺസ്മെൻറ്റ് ചെയ്തു. എൻ്റെ ഭാര്യയും 3 പെൺകുട്ടികളുമാണ് എനിക്കുള്ളത്. ഞാനൊരു ലേഡീസ് ഹോസ്റ്റലിൻ്റെ വാർഡനാണ്. അപ്പോൾ അത് കൂടാതെ അഞ്ചാമത്തെ എൻ്റെ അവകാശിയായിട്ട് ഞാൻ ഈ സ്വത്ത് കൊണ്ട് ആവശ്യമുള്ള ജനങ്ങളെ ഞാനിതിൽ ചേർക്കുന്നു എന്ന് പരസ്യമായിട്ട് ഡൽഹിയിൽ വെച്ച് ഞാൻ ഒരു പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇത് ശരിക്കും ഇതിലൊക്കെ എത്രയോ കൂടുതൽ ചെയ്ത മഹാരഥന്മാരുണ്ട്, ഉള്ളതെല്ലാം കൊടുത്ത ആൾക്കാരുണ്ട്. ഇപ്പം തന്നെ നമ്മൾ കാണുന്ന പല വളരെ വെൽത്തി ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവരുടെ സ്വത്തിൻ്റെ 99% കൊടുത്ത ആൾക്കാരുണ്ട്. വാറൻ ബഫെ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് അമേരിക്കയിൽ. അയാളുടെ സ്വത്തിൻ്റെ 99% കൊടുത്തു കഴിഞ്ഞപ്പോൾ ആരോ അയാളോട് ചോദിച്ചു, വാറൻ ബഫെ നിങ്ങളെങ്ങനെ 99% നിങ്ങൾ കൊടുക്കുക നിങ്ങളുടെ സ്വത്തിൻ്റെ? ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ഈ 1% ബാക്കിയുള്ള സ്വത്ത് കൊണ്ട് എൻ്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും സുഖമായിട്ട് 1-2 തലമുറ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് വലിയ എക്സാമ്പിളാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അസീം പ്രേംജി, എനിക്ക് കഴിഞ്ഞൊരു 4-5 മാസം മുമ്പ് അദ്ദേഹത്തിന് നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ട്. അദ്ദേഹം നമ്മളുടെ ദുബായിലുള്ള ഓഫീസ് സന്ദർശിച്ചു. അദ്ദേഹം ഇതേപോലെ തന്നെ സ്വന്തം സ്വത്തിൻ്റെ വലിയൊരു ഭാഗം അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് ലാഭമുണ്ടാക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ലാഭത്തിൻ്റെ 2% മറ്റോ അവർ ചാരിറ്റി പ്രവർത്തനം വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നല്ലതാണ്. പക്ഷേ ദർ ആർ പീപ്പിൾ എസ്പെഷ്യലി ഇൻ വെസ്റ്റേൺ കൺട്രീസ്, ഒരു പരിധി കഴിഞ്ഞാൽ അവർ പണമുണ്ടാക്കുന്നതിന് പകരം ഉള്ള പണം എങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. അതിലൊരു കുറച്ചൊരു യു മസ്റ്റ് സേ ദാറ്റ് കുറച്ചൊരു സെൽഫിഷ്നെസ്സും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പണം ശേഖരിച്ച് വെച്ചിട്ടുള്ള ആൾക്കാരുടെ മക്കളും അവരുടെ പിന്നത്തെ തലമുറകളൊക്കെ വളരെ അലസന്മാരായിട്ട് ഒന്നിനും പറ്റാത്ത ആൾക്കാരായിട്ട് മാറാറാണ്. അപ്പോൾ ഒരു പ്രഷർ അവർക്കൊക്കെ ഉള്ളത് നല്ലതാണ്. കാലാകാലം ഇതിൽ മാത്രം ജീവിക്കും. പണ്ടത്തെ നമ്മളുടെ കാരണവന്മാരൊക്കെ തന്നെ പൈസ ഇതേമാതിരി ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ സ്വത്തുണ്ടാക്കുക എന്നൊക്കെ ഉള്ളതാണ്. അതിന് പകരം ദേ ആർ സെറ്റിംഗ് ആൻ എക്സാമ്പിൾ വേർ ദേ ആർ ഷോയിങ് ദാറ്റ് മണി അറ്റ്ലീസ്റ്റ് ടു സം എക്സ്റ്റെൻറ്റ് ഹാസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ്. സോ ആൻസറിങ് യുവർ ക്വസ്റ്റ്യൻ, ഇത് ആ സമയത്ത് ചെയ്തിട്ടുള്ളൊരു പ്രഖ്യാപനമാണ്. അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. ഐ ഫീൽ ദാറ്റ് ഗോഡ് ഹാസ് ഗിവൺ മീ എവറിത്തിങ്. എല്ലാം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. 5 കൊല്ലം മുമ്പുള്ളതിലും കൂടുതൽ ഇപ്പോൾ പിന്നെയും നൽകിയിട്ടുണ്ട് ഇത് പറഞ്ഞതിന് ശേഷം. അപ്പോൾ എനിക്കിപ്പോൾ കൊടുക്കാൻ എത്ര കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലും അതിലും കൂടുതൽ തിരിച്ചു കിട്ടും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതാണ് അതിൻ്റെ കാരണം. ജീവിതത്തിലെ ഏറ്റവും വലിയ എൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യ ഒരു കാര്യത്തിലും മുമ്പിൽ നിൽക്കാറില്ല. വളരെ സൈലൻ്റായിട്ട് എൻ്റെ ബാക്കിൽ നിന്നുകൊണ്ട്, പക്ഷേ ഓരോ സന്ദർഭങ്ങളിലും എന്തെങ്കിലും വീഴ്ചകൾ എനിക്ക് പറ്റുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് തരുവാനും കോഴ്സ് കറക്ഷൻ ചെയ്യാനും ഭാര്യയാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഇതേമാതിരി ഒരു ചാരിറ്റി പ്രഖ്യാപനമൊക്കെ നടത്തി കഴിഞ്ഞാൽ അതിന് കുടുംബത്തിൽ ആരുടെയെങ്കിലും ഇത്ര വേണ്ടിയിരുന്നോ എന്നൊക്കെ ചോദിക്കാനുള്ളൊരു സാധ്യത ഉണ്ടല്ലോ. ഇത് പോരായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളാണ് എൻ്റെ ഭാര്യ. ഇതിലും കൂടുതൽ വേണമെന്ന് വിചാരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അതിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും എൻ്റെ ഭാര്യയുടെ ഏറ്റവും ശക്തമായ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആരും അത് അറിയില്ല. പുറത്തൊന്നും ആർക്കും തീരെ പുറത്ത് വരാറില്ല. അപ്പം എൻ്റെ മക്കൾ, ബാക്കിയുള്ള ബന്ധുക്കളൊക്കെ എല്ലാവരും പുറത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഭാര്യ വളരെ സൈലൻ്റായിട്ട് ബാക്കിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത്തായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ഭാര്യയാണ്.
ഐ റിയലി അപ്രിഷിയേറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ്. അല്ല, കുട്ടികൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ഞാനും വളരെയധികം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വഹാബ് സാഹിബിനായിട്ട് ഇതേപോലെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു, അവരോട് ചോദിച്ചു. ഇന്നലെ മിനിയാന്ന് CP സാറിനായിട്ടുണ്ടായിരുന്നു. എഗൈൻ ഇപ്പോൾ തേർഡ് വൺ ആസാദ് സാർ. പല കോർണറിൽ നമ്മൾ എത്ര പ്രായമായിട്ടുണ്ടെങ്കിലും നമ്മളും എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെറുപ്പത്തിൽ നടത്തുന്നത് പ്രായമായിട്ട് ഞങ്ങളും നടത്തുന്നുണ്ട്. എങ്ങനെ ഈ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യുന്നു? ടൈം മാനേജ്മെൻറ്റ് വളരെയധികം ബിസിയാണ്, വളരെയധികം തിരക്കുള്ളതാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം വളരെയധികം എല്ലാം പ്രോപ്പറായിട്ട് എത്തും, എല്ലായിടത്തും വളരെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യും, പറഞ്ഞാൽ വീഴ്ച വരുത്തില്ല. എങ്ങനെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നു? താങ്ക് യു. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യാണ്. ശരിക്കും ഇപ്പോൾ ഇവിടെ ഒരു ക്ലാസ് എടുക്കാൻ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ പലരും ഇതേമാതിരി ക്ലാസ് എടുത്ത് കാണും ടൈം മാനേജ്മെൻറ്റിനെ പറ്റി. നമ്മളുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു അസറ്റാണ് ടൈം. മച്ച് മോർ ദാൻ മണി, മച്ച് മോർ ദാൻ എനിത്തിങ്. അതെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ഒരാളുടെ സക്സസ്. അപ്പോൾ ടൈം മാനേജ് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതലായി നോക്കുന്നൊരു വ്യക്തി സ്റ്റീഫൻ കാവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോകപ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനുണ്ട്, സ്റ്റീഫൻ കാവി. അദ്ദേഹം ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ 4ആയിട്ട് ടൈമിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് 1 ക്വാഡ്രൻറ്റ് ഓഫ് തിങ്സ് വിച്ച് യു ആർ വളരെ അർജൻറ്റാണ്, പക്ഷേ അതേസമയം അത് പിന്നെ ഇമ്പോർട്ടൻറ്റുമാണ്. അതായത് പെട്ടെന്ന് ഇപ്പോൾ ഒരു നെഞ്ഞുവേദന വന്നു, ഉദാഹരണം പറയുകയാണെങ്കിൽ. നെഞ്ഞുവേദന ചിലപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും ആയിരിക്കില്ല, പക്ഷേ അർജൻറ്റായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്, ചിലപ്പോൾ സീരിയസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. അതാണ് ക്വാഡ്രൻറ്റ് A എന്ന് പറയുന്നത്. ക്വാഡ്രൻറ്റ് B എന്ന് പറയുന്നത് അത്ര അർജൻ്റ് ഒന്നുമല്ല, പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണത്തിന് നമ്മളുടെ എക്സസൈസ്, ജീവിതത്തിൽ എക്സസൈസ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ദീർഘ ജീവിതത്തിനും അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തിനുമൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. അത് ക്വാഡ്രൻറ്റ് B ആണ്. ക്വാഡ്രൻറ്റ് B എന്ന് പറയുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അതേ സമയത്ത് അതിന് ഏർജൻസി ഇല്ല. എക്സസൈസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പോൾ പെട്ടെന്ന്, പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാഡ്രൻറ്റ് C എന്ന് പറയുന്നത് വളരെ ഏർജൻ്റാണ്, പക്ഷേ തീരെ ഇമ്പോർട്ടൻ്റ് അല്ല. അതാണ് ക്വാഡ്രൻറ്റ് C. ആ ക്വാഡ്രൻറ്റ് സിയുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഫോൺ വരുന്നു. ആ ഫോൺ വരുമ്പോൾ നമ്മളത് ചാടി എടുക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാവും. അതിൻ്റെ ഒരു ആവശ്യമില്ല ശരിക്കും. ഇപ്പം നമ്മളിപ്പോൾ എത്രയോ ആൾക്കാർ നമ്മളെ കാണാൻ വരുന്നു, പലതിനും വരുന്നു, നമ്മളൊരു സംഭാഷണം ഇതേമാതിരി. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ എനിക്കൊരു ഫോൺ വന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ദാറ്റ് വിൽ വെയിറ്റ്. അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ വേറെ നിലയിൽ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഫോൺ ഞാൻ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതൊരു ഉദാഹരണമാണ്. ഇപ്പോൾ വളരെ അർജൻറ്റാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് അല്ല. വേറൊന്ന് അർജൻറ്റും അല്ല ഇമ്പോർട്ടൻറ്റും അല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ചുമ്മാ TV കാണുക, അല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ സംസാരിച്ചിരിക്കുക, ഇങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് സ്കൂളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കുറ്റമൊക്കെ പറഞ്ഞിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഇതാണ് ക്വാഡ്രൻറ്റ് D. അപ്പോൾ ഈ 4 ക്വാഡ്രൻറ്റിൽ അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ജീവിതത്തിൽ വളരെ കുറച്ച് നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുള്ളൂ. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി വരും, കുറച്ച് നേരം അതിന് ചിലവാക്കണം. ക്വാഡ്രൻറ്റ് B ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് പഠിപ്പ് എന്നുള്ളത് ക്വാഡ്രൻറ്റ് B ആണ്. അതിപ്പോൾ പെട്ടെന്ന് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഠിപ്പ്. പഠിക്കാൻ നിങ്ങൾ സമയം ചിലവാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവി തന്നെ നശിച്ചു പോകും. പക്ഷേ പെട്ടെന്ന് പഠിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ക്വാഡ്രൻറ്റ് Bക്കാണ് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. ക്വാഡ്രൻറ്റ് Bയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ സ്വന്തം കുടുംബാംഗങ്ങളുമായിട്ട് സമയം ചിലവഴിക്കുക, മാതാപിതാക്കളാണെങ്കിൽ മക്കളുടെ കൂടെ സമയം ചിലവഴിക്കുക, ഇതൊക്കെ ക്വാഡ്രൻറ്റ് B ആക്ടിവിറ്റിയാണ്. ഒരു എർജൻസിയും ഇല്ല ഇത്, പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്വാഡ്രൻറ്റ് Cയും Dയും നമ്മൾ വിട്ട് കളഞ്ഞാൽ, ഈ ക്വാഡ്രൻറ്റ് Bയിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ നമ്മളുടെ മറ്റ് ക്വാഡ്രൻസ് ഒക്കെ തന്നെ ചെറുതായി വരും. നമ്മളുടെ കംപ്ലീറ്റ് ഫോക്കസ് ക്വാഡ്രൻറ്റ് Bയിലായിരിക്കും, ഇടയ്ക്ക് ക്വാഡ്രൻറ്റ് Aയിൽ പോണ്ടി വരും. അപ്പോൾ ഇതാണ് ടൈം മാനേജ്മെൻറ്റിൻ്റെ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലൊരു മാർഗം. നമ്മളുടെ എഫിഷ്യൻസിയും കേപ്പബിലിറ്റിയും ഒക്കെ കൂടും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് ആൾക്കാർക്ക് ഉപകാരപ്രദമാവും, നമുക്ക് ഉപകാരപ്രദമാവും. അതാണ് ഈ ടൈം മാനേജ്മെൻറ്റിൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു മാർഗം.
കം. HFത്തെ ഒരു കുട്ടിയാണ് ഞാൻ. പേര് മിഥുൻ രാംകുമാർ. ഇത്രയും സമയം ഞങ്ങളോട് കൂടെ ചെലവഴിച്ചപ്പോൾ ഞങ്ങളെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ദാറ്റ്സ് എ ഫാന്റാസ്റ്റിക് ക്വസ്റ്റ്യൻ. ഞാൻ ഇൻഫാക്റ്റ് ഞാനത് പറയാൻ പോവുമായിരുന്നു. ഐ എം റിയലി ഇംപ്രസ്ഡ് ബൈ യുവർ പെർഫോമൻസ് ആൻഡ് നിങ്ങളുടെ ആ ചോദ്യങ്ങളും നിങ്ങളുടെ പാർട്ടിസിപ്പേഷനും എനിക്ക് വളരെ ഒരു ഞാൻ പറഞ്ഞല്ലോ സ്വയം അക്കംപ്ലിഷ്ഡ് ഫീലിംഗ് തോന്നി. ആദ്യ ആ കുട്ടി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും സംസാരിച്ചതിലും നിങ്ങളുടെ ആ ഒരു വിഷനും അതേപോലെ ബാക്കിയുള്ള കാര്യത്തിലും ഐ റിയലി ഫെൽറ്റ് വെരി ഓവർവെൽംഡ് ബൈ യുവർ റെസ്പോൺസ്. താങ്ക് യു വെരി മച്ച്. ഇവിടെ ഇതിൻ്റെ ഒരു ചോദ്യം മിസ്റ്റർ രാധാകൃഷ്ണൻ ഒരു ചോദ്യം ഇവിടെ എഴുതി തന്നിരുന്നു. അതുകൂടി മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താൻ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ചോദ്യം ഈ സ്ഥാപനത്തിൽ നിന്ന് എന്ത് നിലയിലുള്ള ഒരു വ്യക്തിയാണ് കുറേ കാലം കഴിഞ്ഞാൽ ഉയർന്നു വരണമെന്ന് ഡോക്ടറുടെ ആഗ്രഹം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്കതിൽ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ മനസ്സിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് എൻ്റെ ജീവിതകാലത്തോ അതിനു ശേഷമോ ഒരു APJ അബ്ദുൽ കലാം ഉണ്ടായാൽ ഞാൻ ധന്യനായി എന്ന് കരുതുന്നവനാണ്. താങ്ക് യു.